ഛേ, അഗ്നി ചുമരിലേക്ക് കൈ ഇടിച്ചുകൊണ്ട് അരിശത്തോടെ പറഞ്ഞു. എനിക്ക് അവളോട് തോന്നേണ്ടത് വെറുപ്പ് മാത്രമാണ്. അതിൽ കവിഞ്ഞൊന്നും തനിക്ക് അവളോട് ഒരിക്കലും തോന്നാൻ പാടില്ല. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം കളഞ്ഞ അവളെ ഞാൻ സുഖത്തോടെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ രാക്ഷസൻ കോട്ടയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് നിന്റെ നല്ലവനായ ഭർത്താവായി അഭിനയിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഞാൻ ജീവനായിരിക്കണം. എന്നെ എത്രയധികം നീ സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് നിന്റെ വേദനയുടെ ആഴം കൂടും. അഗ്നി കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു. അഗ്നി ഫ്രഷായി പുറത്തിറങ്ങുമ്പോൾ ശിവ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി തല തുവർത്തിക്കൊണ്ട് ടവൽ അവിടെ കണ്ട സ്റ്റാൻഡിൽ വിരിച്ചിട്ടു. അവളെ ശ്രദ്ധിക്കാതെ അഗ്നി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ലാപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് ചുമക്കുന്ന ശബ്ദം കേട്ടത്. തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശിവ ശ്രമിക്കുന്നതാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. എന്താ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് കടുപ്പിച്ച് മൂളി കൊടുത്തുകൊണ്ട് ചോദിച്ചു. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാ തള്ളി മാറ്റിയത്. ശിവ കണ്ണും നിറച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഐ എം സോറി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പെട്ടെന്ന് നിന്നെ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ നഷ്ടമായി. റിയലി സോറി. അഗ്നി ശിവയുടെ കൈപിടിച്ച് ക്ഷമാപണം നടത്തി. എനിക്ക് ഇയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. പേര് മാത്രമേ ചെറിയച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ താമസമാക്കിയതിൽ പിന്നെ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയത്. ശിവ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. താനിവിടെ ഇരിക്ക്, എനിക്കല്പം സംസാരിക്കാനുണ്ട്. അഗ്നി തൻ്റെ അടുത്തുള്ള ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ശിവനന്ദയെ ഇഷ്ടമാണ്. പ്രേമിച്ച് നടക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. അഗ്നി ഗൗരവത്തോടെ ശിവയോടായി പറഞ്ഞു. എന്നെക്കുറിച്ച് വല്ലതും അറിയോ? അതിനൊന്ന് മൂളിക്കൊണ്ട് ശിവ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. കുറച്ചൊക്കെ നിന്റെ ചെറിയച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശിവനന്ദ അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? അഗ്നി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിച്ചത്. തറവാട് അച്ഛൻ്റെ പേരിലായിരുന്നു. അവിടെയായിരുന്നു താമസമൊക്കെ. അച്ഛൻ മരിച്ചതോടെ ചെറിയച്ഛനും കുടുംബവും തറവാട്ടിലേക്ക് വന്നു. പിന്നെ അവർക്കൊപ്പമായി താമസം. ശിവ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. ശിവയുടെ കണ്ണ് നിറഞ്ഞതും അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. അഗ്നിയുടെ നെഞ്ചിലേക്ക് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ശിവ ഒതുങ്ങിപ്പോയി. ശിവനന്ദ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ശിവയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അഗ്നി ഒന്നും അറിയാത്തതുപോലെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. +2 വരെ പഠിച്ചിട്ടുണ്ട്. എനിക്കായിരുന്നു സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക്. ശിവ ഉത്സാഹത്തോടെ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിയിരുന്നു. അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. ചെറിയ കുട്ടികളെ പോലെ ചുണ്ടും കുറിപ്പിച്ച് കണ്ണ് രണ്ടും വിടർത്തിക്കൊണ്ടാണ് പറയുന്നത്. പറയുന്നതിനോടൊപ്പം തന്നെ കൈകൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് പിന്നെ ശിവനന്ദ എന്താ പഠിച്ചത്? അത്രയും നേരം പ്രസന്നതയോടെ നിന്ന് ശിവയുടെ മുഖം പെട്ടെന്ന് തന്നെ മങ്ങി. +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ചെറിയച്ഛൻ എന്നെ വിട്ടില്ല. സ്കൂളിലുള്ള മാഷുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്. മാഷാണ് ചെറിയച്ഛനോട് പറഞ്ഞ് എന്നെ 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള ടൗണിലെ ഷോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ശിവ പറയുന്നതിനെല്ലാം അഗ്നി മൂളിക്കൊടുത്തു. ശിവ അഗ്നിയോട് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു. ഞാനിവിടെ വല്ല ജോലിക്കും പോണോ? ശിവ നിഷ്കളങ്കമായ മുഖത്തോടെ ചോദിച്ചു. ഞാനിവിടെ വല്ല ജോലിക്കും പോണോ? ശിവ നിഷ്കളങ്കമായ മുഖത്തോടെ ചോദിച്ചു. അത് കേട്ടതും അഗ്നിയുടെ മുഖത്ത് പരിഹാസത്തോടെയുള്ള ചിരിയാണ് വന്നത്. ഇവളുടെ 1 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 6000 രൂപയാണ്. അത് അഗ്നിദേവിന് സമ്പാദിക്കാൻ 6 മിനിറ്റ് പോലും വേണ്ട. അഗ്നി പുച്ഛത്തോടെ ഓർത്തു. ഇപ്പോൾ എൻ്റെ ഭാര്യ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട. നമുക്കും നമ്മുടെ 5 പിള്ളേർക്കും കഴിയാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചോളാം. അഗ്നി ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസ ചിരി ശിവ കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. 5 പിള്ളേരോ? ശിവ കണ്ണും മിഴിച്ചുകൊണ്ട് ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് 2 പേർക്കും പോയി കിടക്കാം. അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് എഴുന്നേറ്റു. കൂടെ ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും ശിവക്കാക്കി പേടി തോന്നാൻ തുടങ്ങി. ഇത്രയും നേരം അവനോട് സംസാരിച്ചിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ സംഭവിച്ചതൊക്കെ അവളുടെ മനസ്സിലേക്ക് വന്നു. അതിനനുസരിച്ച് അവളുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. താൻ കിടന്നു, ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ബെഡിലിരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അഗ്നി തൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അഗ്നി പോകുന്നത് നോക്കിക്കൊണ്ട് ശിവ അങ്ങനെ കിടന്നു. ലൈറ്റ് കെടുത്തിയത് കൊണ്ട് വെറും ടേബിൾ ലാൻഡിനെ വെളിച്ചം മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവനെ കാത്തിരുന്ന് ശിവ മയങ്ങിപ്പോയി.
ഇതേ സമയം മുംബൈയിലെ വലിയൊരു കൊട്ടാരം പോലുള്ള വീടിന്റെ മുമ്പിൽ BMW കാറുകൾ വന്നു നിന്നു. അതിൽ നിന്ന് രണ്ടാമത്തെ കാറിൽ നിന്ന് 55 വയസ്സ് പ്രായം തോന്നുന്ന ഒരാൾ ഇറങ്ങി. നന്നായി മദ്യപിച്ചിട്ടുണ്ടായതിനാൽ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. മുമ്പിലെ സ്റ്റെപ്പിൽ എത്തിയപ്പോൾ കാലുകൾ ഇടറി വീഴാൻ പോയി. അപ്പോഴേക്കും ഗാർഡനിൽ ഒരാൾ മുമ്പോട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാളെ വീഴാതെ പിടിച്ചിരുന്നു. എന്റെ ദേഹത്തു നിന്ന് കൈയെടുക്കടാ, സൂര്യദത്തൻ വംശീജി കുറച്ച് കുടിച്ചെന്ന് കരുതി അങ്ങനെ വീഴുന്നവനൊന്നുമല്ല. ഈ കണ്ടതെല്ലാം പടുത്തുയർത്തിയപ്പോൾ ഒരിക്കൽ പോലും സൂര്യന്റെ കൈയും കാലും വിറച്ചിട്ടില്ല. തന്നെ പിടിക്കാൻ വന്ന ഗാർഡന് നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സൂര്യദത്തൻ പറഞ്ഞു. ഐ ആം സോറി സർ, ഗാർഡൻ ഭാവ്യതയോടെ പറഞ്ഞുകൊണ്ട് പുറകോട്ട് നിന്നു. ദത്തൻ അതൊന്നും കണ്ടതായി പോലും ഭാവിക്കാതെ അകത്തേക്ക് നടന്നു. അപ്പോഴായിരുന്നു സ്റ്റെപ്പിറങ്ങി സീതാലക്ഷ്മി താഴേക്ക് വന്നത്. അപ്പോഴാണ് സീത പടികൾക്ക് താഴെ നിൽക്കുന്ന സൂര്യദത്തനെ കണ്ടത്. ഇൻഷേഡ് ചെയ്ത ഷർട്ടെല്ലാം അലങ്കോലമായി ഷർട്ടിന്റെ മുകളിലത്തെ 2 ബട്ടൺസ് ഓപ്പൺ ചെയ്ത് മുടിയെല്ലാം പാറി നിൽക്കുന്ന സൂര്യദത്തനെ കണ്ടതും അവർ ആകുലതയോടെ അടുത്തേക്ക് ചെന്നു. ഓ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ? തൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന സീതാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് സൂര്യദത്തൻ പുച്ഛത്തോടെ ചോദിച്ചു. എന്തു പറ്റിയതാ? ഇങ്ങനെയൊന്നും കുടിക്കാറില്ലല്ലോ, ഇന്നെന്താ പറ്റിയത്? സീത ആകുലതയോടെ സ്റ്റെപ്പ് കയറാൻ പ്രയാസപ്പെടുന്ന സൂര്യദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്ന് നിനക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്, അപ്പോൾ നീ ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാതെ. സൂര്യദത്തൻ ഇന്ന് എല്ലാവർക്കും മുമ്പിൽ വെറും ഒരു ഫൂളായി മാറി. സീതയുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് സൂര്യദത്തൻ പറഞ്ഞു. എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സീത വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. സൂര്യദത്തൻ ഇന്ന് എല്ലാവർക്കും മുമ്പിലും തോറ്റുപോയി. അല്ല, എൻ്റെ മകൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ദത്തൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. സീത അത് നോക്കി കണ്ണീരോടെ നിന്നു. ദത്തൻ്റെ കാലിലെ ഷോക്സും സൂസും അഴിച്ചു വെച്ചു. കയ്യിലുണ്ടായിരുന്ന കോട്ട് അപ്പുറത്തുണ്ടായിരുന്ന ചെയറിലേക്ക് വെച്ചു. AC ഓൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോഴും അവർ അറിഞ്ഞില്ല തൻ്റെ ഭർത്താവ് ഇത്രമാത്രം വിഷമിക്കാൻ എന്താണ് സംഭവിച്ചതെന്ന്. മദ്യപിക്കുമെങ്കിലും ഇത്രമാത്രം നിലവിട്ടുകൊണ്ട് കഴിക്കാറുണ്ടായിരുന്നില്ല. കൊച്ചമ്മേ, കഴിക്കാൻ എടുത്തു വെക്കട്ടെ? അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ആളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട, അദ്ദേഹം എഴുന്നേറ്റിട്ട് മതി. അത്രയും നേരം മങ്ങിയ അവരുടെ മുഖം പെട്ടെന്ന് തന്നെ ഗൗരവത്തിലാക്കിക്കൊണ്ട് അവർ മറുപടി പറഞ്ഞു. ശരി കൊച്ചമ്മേ, അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ജോലിക്കാരി അടുക്കളയിലേക്ക് നടന്നിരുന്നു. എന്താ സംഭവിച്ചത് മൂർത്തി? ഓഫീസിൽ വല്ല പ്രശ്നവുമുണ്ടോ? പുറത്തു നിൽക്കുന്ന ദത്തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയെ നോക്കിക്കൊണ്ട് സീതാലക്ഷ്മി ചോദിച്ചു. ഇല്ല മാഡം, ഇന്ന് AV ഗ്രൂപ്പുമായുള്ള പ്രൊജക്ട് വിജയിച്ചതിൻ്റെ ഭാഗമായി പുറത്ത് പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അതും പറഞ്ഞ് അയാളൊന്ന് നിർത്തി. സീത സംശയത്തോടെ അയാളെ നോക്കി. മാഡം, സർ അവിടെയുള്ളവരുമായി സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു സാറിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അതിൽ പിന്നെ സാറിനെ ഭയങ്കര ഡിസ്റ്റർബായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. മാഡം, ഞാൻ പൊക്കോട്ടെ? മൂർത്തി പറഞ്ഞു നിർത്തി. സീത അയാൾ പോയതും ആലോചനയോടെയാണ് മുറിയിലേക്ക് നടന്നത്. മുറിയിലേക്ക് എത്തിയിട്ട് ടേബിളിലായി വെച്ചിരിക്കുന്ന സൂര്യദത്തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിലേക്ക് അവസാനം വന്ന നമ്പറിലുള്ള ചാറ്റ് എടുത്തു നോക്കി. അതിൽ വന്നിരിക്കുന്ന ഫോട്ടോ കണ്ടതും സീതയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണുപോയി. അഗ്നി! സീത തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്ന് വിളിച്ചുപോയി. തൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിലേക്ക് അപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് അഗ്നിയുമായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ബിസിനസ്മാനായ ദീപകിൻ്റെ മകളായ ദേവികയെ ഓർമ്മ വന്നു. മീഡിയയിലെല്ലാം ഇത് ഇതിനോടകം വന്നിരിക്കുമെന്ന് സീതയ്ക്ക് മനസ്സിലായി. സൂര്യദത്തൻ എല്ലാവർക്കും മുമ്പിൽ തകർന്നിട്ടുണ്ടാകും. പറഞ്ഞുറപ്പിച്ച കല്യാണം ഇനി നടക്കില്ല എന്നറിഞ്ഞ സീത ഓരോന്നോർത്തുകൊണ്ട് സൂര്യദത്തൻ്റെ കാൽക്കീഴിനടുത്തിരുന്നു. ദത്തൻ്റെ ഞെരുക്കം കേട്ടതും ഓർമ്മകളിലേക്ക് പോയ സീത പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ബെഡിൽ കിടക്കുന്ന ദത്തൻ്റെ അടുത്തേക്ക് വന്നു. ചുവന്ന ആ നീല കണ്ണുകൾ തുറന്ന് സൂര്യദത്തൻ സീതയെ കൂർപ്പിച്ച് ഒന്ന് നോക്കി. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, എഴുന്നേൽക്കൂ. സീത ദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫ്രഷായി വരുമ്പോഴേക്കും എനിക്കൊരു കോഫി കൊണ്ടുവാ. സീതയെ നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് ടവൽ എടുത്തുകൊണ്ട് ദത്തൻ വാഷ്റൂമിലേക്ക് നടന്നു. സീത അതൊന്ന് നോക്കിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. സീത കോഫിയുമായി മുകളിലേക്ക് വന്നപ്പോൾ ദത്തൻ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. സീത അതൊന്ന് നോക്കിക്കൊണ്ട് പുറകിൽ നിന്ന് വിളിച്ചു. ദത്തൻ മൂളിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കോഫി? സീത പതിയെ പറഞ്ഞു. അവിടെ വെച്ചേക്ക്, അടുത്തുള്ള ടേബിളിൽ ചൂണ്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് സീത കോഫി ടേബിളിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദത്തൻ വിളിച്ചിരുന്നു. ഇന്ന് എൻ്റെ മകൻ അഗ്നിദേവിൻ്റെ വിവാഹമായിരുന്നു, നീ അറിഞ്ഞില്ലേ? ദത്തൻ ഒരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അപ്പുവിന് അറിയാതെ പറ്റിയതായിരിക്കും, അവനോട് ക്ഷമിക്ക്. സീത ദത്തൻ്റെ മുഖം ദേഷ്യത്താൽ ചുവക്കുന്നത് കണ്ട് പേടിയോടെ പറഞ്ഞു.
ഇതെങ്ങനെയാണ് അറിയാതെ പറ്റുന്നത് സീത? എത്ര ആളുകൾക്കിടയിൽ വെച്ചാണ് ഞാൻ അവൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തിയത്. എന്നിട്ടിപ്പോൾ അവൻ എന്താ ചെയ്തത്? എല്ലാം കുട്ടിക്കളിയാണെന്നാണോ അവൻ്റെ വിചാരം? അവനെ മാത്രം സ്വപ്നം കണ്ട് നിൽക്കുന്ന പെൺകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? ദത്തൻ സീതയ്ക്ക് നേരെ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ചോദിച്ചു. അപ്പു വിവാഹം ചെയ്ത കുട്ടിയെപ്പറ്റി വല്ലതും അന്വേഷിച്ചോ? കുറച്ചു കഴിഞ്ഞതും കോഫി കുടിച്ച് വിദൂരങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ദത്തനോടായി സീത ചോദിച്ചു. ശിവനന്ദ, അതാണ് അവളുടെ പേര്. ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്നവൾ. ഒരിക്കലും അവൾ എൻ്റെ മകന് ചേർന്നതല്ല. ദത്തൻ വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. അവരെ രണ്ടുപേരെയും ഇവിടേക്ക് വിളിക്കണ്ടേ? സീത പതിയെ ചോദിച്ചു. ആദ്യം അവൻ വിവാഹം ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറയട്ടെ, എന്നിട്ട് ആലോചിക്കാം അവരെ ഇവിടേക്ക് വിളിക്കണോ എന്നൊക്കെ. സീതയെ ഒന്ന് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ദത്തൻ റൂമിലേക്ക് നടന്നു. ലാപ്ടോപ്പും ഫയലും എടുത്ത് ഓഫീസ് റൂമിലേക്ക് പോയി. സീത പുറത്ത് കാണുന്ന ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഇതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതവും. ഇരുട്ട് മാത്രം, വെളിച്ചമില്ലാതെ. ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് സീത ഉള്ളാലെ പറഞ്ഞു. തുടരും.